നമ്മളൊരു കാട് ആസ്വദിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ കാടിനെ കാടായിട്ട് കാണാനായിട്ട് പറ്റണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കാടിനെ കാടായിട്ടല്ലാതെ പിന്നെ നാടായിട്ട് കാണാൻ പറ്റുമെന്ന്. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ചില ആളുകളുടെ വികസനം കാട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വികസനങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് കാടാണോ നാടാണോ എന്ന്. ശരിക്കും കാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കാട്ടിലുള്ള സൗകര്യങ്ങളിലൂടെ തന്നെ അതിനെ എന്താണ് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കോൺക്രീറ്റ് കൊണ്ടുള്ള ബിൽഡിങ്ങുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താണോ ഉള്ളത് ആ തനത് സംഭവത്തിനെ ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് അവിടെ ധാരാളം അല്ലേ. അല്ലാതെ ടൂറിസം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ കാണിക്കുന്ന പേക്കൂത്തുകൾ കാണുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടൊരു വെറുപ്പ് തോന്നും. നിങ്ങൾ ഈ മീൻമുട്ടി പറയുന്ന സമയത്ത് അവിടെയൊക്കെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ അതുപോലെ തന്നെ അവർ എന്താണ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ എന്താണ് നശിപ്പിച്ച് കളയാതെ പ്രകൃതിയുടെ സംഭവങ്ങളായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും നശിപ്പിച്ച് കളയാതെ തന്നെ അവിടെ നമുക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ പ്രകൃതിക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നെ വഴികളും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഒരു പാറയാണ് കേട്ടോ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നമ്മൾ ഗ്രാവിറ്റി ഫോഴ്സൊക്കെ നമുക്ക് ഇല്ല എന്നൊക്കെ തോന്നും കേട്ടോ. അമ്മാതിരി ഭീമാകാരമായ ഒരു സംഭവം ഒരു പാറ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിന് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ അത്രയും വലിയൊരു ഭീമാകാരമായിട്ടുള്ളൊരു പാറ കേട്ടോ. ശരിക്കും അത് തന്നെ ഈ ഒരു പാറ തന്നെ അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാറയുടെ മുകളിൽ നമുക്ക് ഇരിക്കാനുള്ള സംവിധാനം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ആ കാടിൻ്റെയൊക്കെ സൗണ്ട് നമുക്കൊരു സറൗണ്ട് സിസ്റ്റത്തിൽ നമുക്ക് കേൾക്കുന്നത് പോലെ ഒരു ഫീൽ നമുക്ക് അതിൻ്റെ ചോട്ടിൽ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും.